മിക്കയിടങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒന്നാണ് അമ്മായിയമ്മ മരുമകൾ പോരിനെ പറ്റി. പുതിയ മരുമകൾ വീട്ടിലെത്തുമ്പോൾ അമ്മായിയമ്മയുമായുള്ള ബന്ധം മികച്ച രീതിയിൽ നിലനിർത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. എന്നിരുന്നാലും സമാധാനപരമായ കുടുംബജീവിതത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം ഒരു അമ്മായിയമ്മയുടെ വെളിപ്പെടുത്തൽ കേട്ട് അന്തം വിട്ടുപോയിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും. യുപിയിലെ ബുലറ്റ് ഷഹറിൽ നിന്നുള്ള ഇപ്പോൾ ദില്ലിയിൽ സ്ഥിരതാമസമാക്കിയ ഒരു സ്ത്രീയാണ് തന്റെ മരുമകളെക്കുറിച്ച് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മരുമകൾ തന്നെ പ്രണയിക്കുന്നതായി പറയുന്നുവെന്നും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നുവെന്നുമാണ് സ്ത്രീയുടെ പരാതി. തന്നെ എങ്ങനെയെങ്കിലും മകന്റെ ഭാര്യയിൽ നിന്നും രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച മാധ്യമങ്ങളുടെയും പോലീസിന്റെയും മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ സ്ത്രീ. മരുമകൾ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ഒളിച്ചോടി വിവാഹം കഴിക്കാനും തന്നോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും സ്ത്രീ ആരോപിക്കുന്നുണ്ട്. മകനുമായി അവളുടെ വിവാഹം കഴിഞ്ഞ അന്നു മുതൽ തന്നെ മരുമകളുടെ പെരുമാറ്റം ശരിയായിരുന്നില്ല. മരുമകളുടെ ഈ വിചിത്രമായ പെരുമാറ്റം ഓരോ ദിവസം കൂടുന്തോറും കൂടിക്കൂടി വരികയാണെന്നും അവർ പറയുന്നു. താനും തന്റെ ഭർത്താവും ഒരുമിച്ചിരിക്കുന്നത് പോലും മരുമകൾക്ക് ഇഷ്ടമല്ലെന്നും അവർ പറയുന്നു. അമ്മായിയമ്മയെ ആദ്യം കണ്ടപാടെ തന്നെ അവരുമായി പ്രണയത്തിലായി പോയി എന്നാണ് മരുമകൾ പറയുന്നത്. ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വവർഗാനുരാഗം എന്നത് സാധാരണമാണെന്നും മരുമകൾ പറഞ്ഞു. ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടി അമ്മായിയമ്മയോടൊപ്പം ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. രണ്ടാളുടെയും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോയി ഒരുമിച്ച് കഴിയാമെന്നും മരുമകൾ പറഞ്ഞതായും അമ്മായിയമ്മ ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യം മരുമകളുടെ വീട്ടുകാരെ അറിയിച്ചപ്പോൾ വിവാഹം കഴിച്ചയച്ചാൽ പിന്നെ തങ്ങൾക്ക് അവളുടെ മേൽ ഉത്തരവാദിത്തമില്ല എന്നാണ് അവർ പറഞ്ഞത്. മാത്രമല്ല, ഈ ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ 20 ലക്ഷം രൂപ തരണമെന്നും മരുമകളുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടതായും സ്ത്രീ ആരോപിക്കുന്നുണ്ട്. തന്റെ മകനെ മരുമകൾ ചതിക്കുകയായിരുന്നുവെന്നും തനിക്കും മകനും അവളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇപ്പോൾ താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നതെന്നുമാണ് സ്ത്രീ പറയുന്നത്.